ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അല്പസമയത്തിനകം ബജറ്റ് അവതരണത്തിനായി പുറപ്പെടും. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണ്. ഒട്ടേറെ പ്രതിസന്ധികൾ ഉള്ള കാലത്ത് എന്ത് മാജിക്കാണ് ധനമന്ത്രി ഈ ബജറ്റിൽ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് കാത്തിരുന്നറിയേണ്ടത്. ബജറ്റിൽ എന്തൊക്കെ? ഡാൻ കുര്യൻ വിവരങ്ങളുമായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ വസതിയിൽ നിന്ന്. ഡാൻ, അദ്ദേഹത്തിന്റെ രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ നമ്മളൊക്കെ വളരെ പോസിറ്റീവായി, പുതിയ ഒരുപാട് പദ്ധതികൾ എന്തൊക്കെയോ പ്രഖ്യാപിക്കാനുണ്ട് എന്നൊരു പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സംസാരിച്ചപ്പോൾ അദ്ദേഹം പതിവ് മിതത്വത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. ഞാൻ എപ്പോഴും കൺസർവേറ്റീവായ ഒരാളാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയതൊന്നും ഉണ്ടാവില്ല, പക്ഷേ ചിലതുണ്ട്. അത് തന്നെയല്ലേ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്? അദ്ദേഹത്തിന്റെ ഒരു ശൈലി തന്നെ അങ്ങനെയാണ്. അത്ര എക്സൈറ്റഡ് ആയി കാര്യങ്ങളെ കാണുന്നയാളല്ല. എന്തായാലും അദ്ദേഹം ബജറ്റ് അവതരണത്തിന് വേണ്ടി, അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരണത്തിന് വേണ്ടി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുകയാണ്. ബജറ്റിന്റെ പകർപ്പുമായി, ബജറ്റ് പ്രസംഗവുമായി അദ്ദേഹം ഇതാ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു. 9 മണിക്കായിരിക്കും നിയമസഭയിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുക. അതിന് മുന്നോടിയായി രാവിലെ തന്നെ ഗവൺമെന്റ് പ്രസിൽ നിന്നുള്ള സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരെത്തി ബജറ്റ് കോപ്പി കൈമാറിയിരുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് അമിത നികുതി ഭാരം ഉണ്ടാകില്ല, അങ്ങനെ ഒരു പേടി ആർക്കും വേണ്ട എന്ന് പറഞ്ഞത്. അതോടൊപ്പം ജനക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും ഒരുപോലെ ഉൾക്കൊള്ളുന്നതാകും ബജറ്റ് എന്ന് പറഞ്ഞു വെക്കുന്നു. എടുത്തു പറയേണ്ട കാര്യം, സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള കാര്യം ക്ഷേമ പെൻഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള വർധന ഉണ്ടാകുമോ എന്നതാണ്. അവിടെ ആ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചോദിച്ചിരുന്നു, ഇപ്പോൾ വീണ്ടും ചോദിച്ചു. അപ്പോഴെല്ലാം ഒരേ ഉത്തരമാണ് അദ്ദേഹം പറയുന്നത്. ക്ഷേമ പെൻഷന്റെ തുക വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ഇപ്പോൾ നിലവിലുള്ളതൊക്കെ കൃത്യമായി കൊടുക്കുന്നതിനാണ് സർക്കാരിന്റെ പരിഗണന എന്നാണ് പറയുന്നത്. അവിടെ എന്ത് മാജിക്കാണ് അദ്ദേഹം ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത്, വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഞെരുങ്ങുന്ന അവസ്ഥയെ നമ്മൾ അതിജീവിക്കുകയാണ്, അത് പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാകും ബജറ്റ്. ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളുമൊക്കെ ബജറ്റിൽ ഇടം പിടിക്കും എന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ എന്താകും ഈ ബജറ്റിൽ അദ്ദേഹം ഉൾക്കൊണ്ടിരിക്കുന്നത്? അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ സമ്പൂർണ്ണ ബജറ്റ് അവതരണം. സാധാരണക്കാരായ ആളുകളെ സർക്കാരിനോടൊപ്പം ചേർത്ത് നിർത്തേണ്ടത് രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെ അതിജീവിക്കുന്നതിനുള്ള എന്ത് ജാലക വിദ്യയാണ് ഈ ബജറ്റിൽ ഉണ്ടാകുക എന്നതാണ് ഇനി അറിയാനുള്ളത്. അല്പസമയത്തിനകം അദ്ദേഹം ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്തേക്കിറങ്ങും. ഈ 10ാം നമ്പർ സ്റ്റേറ്റ് കാറിലായിരിക്കും അദ്ദേഹം നിയമസഭയിലേക്ക് പുറപ്പെടുക. മറ്റ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ധനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുണ്ട്. കുടുംബസമേതമായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം സഭയിലേക്ക് എത്തുക. കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെയായിരുന്നു, ഇത്തവണ എങ്ങനെയാണ് എന്നറിയില്ല. എന്തായാലും മറ്റ് ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഏതാനും മിനിറ്റുകൾക്കകം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റ് അവതരണത്തിനായി ഈ വസതിയിൽ നിന്ന് നിയമസഭയിലേക്ക് പുറപ്പെടും. വി അരുൺ കൂടി ചേരുന്നുണ്ട് നിയമസഭയിൽ നിന്ന്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ വാക്ക്, അദ്ദേഹം അല്പം മുൻപാണ് നമ്മളോട് സംസാരിച്ചത്, മാധ്യമങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേട്ടിട്ട് പോവാം. നമ്മൾ ഓരോ ഘട്ടത്തിലും കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് ഈ കഴിഞ്ഞ 4 വർഷക്കാലവും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്, അതിന് കഴിഞ്ഞിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഗവൺമെന്റിനെ മുന്നോട്ട് നയിക്കുന്നതിന്റെ സമയത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടാണ് ഏറ്റവും പ്രധാനമായിട്ട് വന്നത്. എപ്പോഴും കുറ്റം പറയാനല്ല, ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ കാര്യത്തിലും നമുക്ക് കിട്ടേണ്ടതിനേക്കാളും കുറവൊന്നും. പക്ഷെ അതുകൊണ്ട് എല്ലാ പ്രവർത്തനവും നിലച്ചു പോകും എന്ന ഒരു സ്ഥിതിയായിരുന്നു നേരത്തെ. അങ്ങനെ നിലച്ചു പോകാതെ കാര്യങ്ങൾ പോകുന്നു. വളരെയങ്ങ് മെച്ചപ്പെട്ടു. 50,000 57,000 കോടി രൂപയുടെ വെട്ടിക്കുറവ് വന്ന എല്ലാം കൂടി നമുക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോകും എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ കൂടുതൽ മെച്ചപ്പെടും, മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ പറഞ്ഞതാണ്. അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. നാടിന് വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന തരത്തിൽ തന്നെയുള്ള കാര്യങ്ങളുണ്ടാവും. അതായത് കൂടുതൽ തൊഴിൽ സാധ്യതയും വികസനവും ഒക്കെ ഉണ്ടാവണം. വി അരുൺ കൂടി ചേരുന്നുണ്ട് നിയമസഭയിൽ നിന്ന്. അരുൺ, ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, നമ്മളിപ്പോ കീവേഡ്സിന്റെ ഒക്കെ കാലമാണല്ലോ, അതുകൊണ്ട് തന്നെ ആ കീവേഡ്സ് പരിശോധിച്ചാൽ അറിയാം പ്രതിസന്ധി ഉണ്ട്, മുന്നോട്ട് പോകാനുള്ള വഴി കണ്ടെത്തേണ്ടി വരും. അതായത് കിഫ്ബി, ടോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു സൂചന അതിനടിയിൽ എവിടെയോ കിടക്കുന്നതായ ഒരു തോന്നലുണ്ട്. സംസ്ഥാനത്തിന് സ്വയം പര്യാപ്തമായി മുന്നോട്ട് പോയേ മതിയാവൂ, അതിനുള്ള ഒരു വഴി കണ്ടെത്തും. അങ്ങനെയെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങൾ
ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ക്ഷേമ പദ്ധതികൾ ഉണ്ടാകും, അതിനുള്ള വഴി കൂടി കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റ്. അതിലേക്ക് നമുക്ക് ഏതാണ്ട് എത്താൻ പറ്റുന്നില്ലേ? തീർച്ചയായിട്ടും ക്ഷേമം ഉറപ്പാക്കണം, എന്നാൽ വികസനവും വരണം. അവിടെ നികുതി വർദ്ധിപ്പിക്കാൻ കഴിയില്ല. ക്ഷേമ ബജറ്റിൽ നികുതി ഉള്ള ക്ഷേമ ബജറ്റ് എന്നുള്ളത് തീർത്തും വൈരുദ്ധ്യമാണ്. അതുകൊണ്ട് തന്നെ നികുതി വർധന ഉണ്ടാകരുത് മന്ത്രി സൂചന നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നികുതി വർദ്ധിപ്പിക്കാൻ കഴിയില്ല, എന്നാൽ ക്ഷേമത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല, വികസന പ്രവർത്തനങ്ങളിൽ നിന്നും പിന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെയാണ് മാജിക് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഇത്തരമൊരു വൈരുദ്ധ്യങ്ങൾക്കിടയിൽ നിന്ന് ഒരു ക്ഷേമ ബജറ്റ് കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കുക? ക്ഷേമ ബജറ്റ് അല്ലാതെ ഈ സർക്കാരിന് ഈ ബജറ്റ് അവതരിപ്പിക്കാനും കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് വർഷമാണ് ഇത്. അടുത്ത തവണ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കുന്നു. അവിടെ ഏറ്റവും വലിയ അവസരം ക്ഷേമ പെൻഷൻ ഉയർത്തുന്നതടക്കമുള്ള ക്ഷേമ പെൻഷൻ തുക ഉയർത്തുന്നതടക്കമുള്ള വലിയ ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ നടപ്പാക്കിയേ തീരൂ. അവിടെയാണ് ബാലഗോപാൽ എന്ത് മാജിക്കാണ് കാണിക്കാൻ പോകുന്ന ചോദ്യം ഉയരുന്നത്. നികുതി വർദ്ധിപ്പിക്കണമെന്ന് മാത്രമേ കെ.എൻ. ബാലഗോപാൽ സൂചന നൽകുന്നുള്ളൂ. പക്ഷേ ഫീസുകളുണ്ട്, പലതരത്തിലുള്ള സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസ്. കഴിഞ്ഞ ബജറ്റിലും അത്തരം ചില ഫീസ് വർധന നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇത്തവണ കുറച്ചുകൂടി കാര്യക്ഷമമായി നടപ്പാക്കും. പതിറ്റാണ്ടുകളായി മാറാത്ത ഫീസ് ഘടന പല സർക്കാർ സേവനങ്ങൾക്കുമുണ്ട്. അതിൽ ഒരു മാറ്റം വരണം, വർധന വരണമെന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ ബജറ്റിൽ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. കിഫ്ബി സംസ്ഥാനത്തിന്റെ ഏറ്റവും അഭിമാന പദ്ധതിയായി, അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഇന്ന് കാണുന്ന പശ്ചാത്തല സൗകര്യ വികസനത്തിൽ, അത് റോഡുകളാകട്ടെ, സ്കൂൾ കെട്ടിടങ്ങളാകട്ടെ, ആശുപത്രി കെട്ടിടങ്ങളാകട്ടെ, മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ, മറ്റ് മേഖലകളിലാകട്ടെ, അതിനെല്ലാം കാരണമായി ഇടത് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് കിഫ്ബിയാണ്. തോമസ് ഐസക് അവതരിപ്പിച്ച കിഫ്ബിയാണ്. ആ കിഫ്ബി ഇപ്പോൾ കിഫ്ബിയിൽ നിന്ന് ചെലവ് മാത്രമല്ല വരുമാനവും ഉണ്ടായേ പറ്റൂ. ആ വരുമാനത്തിലുള്ള വഴികളാണ് സർക്കാർ തേടുന്നത്. ഈ കിഫ്ബിയുടെ ഒരു പ്രപ്പോസൽ തന്നെ ഈ റോഡുകളുടെ കാര്യത്തിൽ, റോഡുകൾ മാത്രമല്ല കെട്ടിടങ്ങളുടെ കാര്യത്തിൽ പോലും അത്തരത്തിലുള്ള വരുമാന മാർഗങ്ങൾ ഉണ്ടാകണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ് അങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പോകുന്നത്? അത് ഈ റോഡുകളിൽ 50 കോടിയിൽ പരം രൂപയുടെ റോഡുകളിൽ നിന്ന് യൂസർ ഫീ എന്ന പേരിൽ ടോൾ പിരിക്കാനാണോ, അല്ലെങ്കിൽ അത് മാത്രമാണോ മറ്റേതെങ്കിലും കെട്ടിടങ്ങൾക്കടക്കം അത്തരത്തിൽ സർക്കാർ കെട്ടിടങ്ങൾക്ക്, സ്കൂൾ കെട്ടിടങ്ങൾക്കും ആശുപത്രി കെട്ടിടങ്ങൾക്കും വാടക ഈടാക്കാൻ? അതുകൊണ്ട് തന്നെ ഏത് തലത്തിലേക്കാണ് സർക്കാർ ആ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ആ ഒരു യൂസർ ഫീ പിരിവിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകില്ലെന്ന് ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് സർക്കാർ ചിന്തിക്കാനാകില്ല. കിഫ്ബിയെ വരുമാന മാർഗം കൂടിയാക്കി മാറ്റണം. അത് എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് എങ്ങനെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നത്തെ ബജറ്റിൽ അതിനുള്ള മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ് കെ.എൻ. ബാലഗോപാൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ കാവേരിയിൽ നിന്ന് ബജറ്റുമായി വന്നിറങ്ങുക. ഇവിടെ ബജറ്റ് പെട്ടി ഉയർത്തിക്കാട്ടുന്ന ഒരു ചടങ്ങ് കാലാകാലങ്ങളായി ഉണ്ട് ധനമന്ത്രിമാരുടെ. ആ സ്ഥലമാണിത്. അവിടെ അല്പസമയത്തിനകം അദ്ദേഹം ഇവിടേക്ക് ഇപ്പോൾ മന്ത്രി വാസവൻ ഈ ബജറ്റ് ദിവസം സഭയിലേക്ക് വരികയാണ്. മന്ത്രിമാർ ഓരോരുത്തരായി ഇവിടെ വരുന്നു. എല്ലാവർക്കും അവരുടേതായ വകുപ്പുകളിൽ വലിയ പ്രതീക്ഷയുണ്ട്. വി എൻ വാസവന്റെ കാര്യം പറഞ്ഞാൽ വിഴിഞ്ഞം വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. സംസ്ഥാനത്തിന്റെ ഈ ഒരു വലിയ പ്രതീക്ഷയാണ്, കേരളത്തിന്റെ വികസനത്തിനുള്ള വലിയ പ്രതീക്ഷയാണ് വിഴിഞ്ഞത്തിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയായി മൂന്നാം ഘട്ടം വികസനം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ടാകും. കേന്ദ്രം വിഴിഞ്ഞത്തെ അവഗണിച്ചു എന്ന വലിയ പരാതി കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര ബജറ്റ് വരുമ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തെ എങ്ങനെ സർക്കാർ സമീപിക്കും? സഹകരണ മേഖല സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. വലിയ രീതിയിൽ സാമ്പത്തിക ശക്തിയുള്ള മേഖലയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി അത്ര നല്ല വാർത്തകളല്ല സഹകരണ മേഖലയിൽ നിന്ന് സംസ്ഥാനത്ത് കേൾക്കുന്നത്. അതൊക്കെ മറികടന്ന് സഹകരണ മേഖല ശക്തിപ്പെടുത്താനുള്ള എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ബജറ്റ് ഉണ്ടാകുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സഹകരണ രംഗം കേന്ദ്രം കൈയടക്കാൻ ശ്രമിക്കുന്നുവെന്ന പരാതികൾ കൂടി, രാഷ്ട്രീയ വിമർശനം കൂടി സർക്കാർ ഉന്നയിക്കുമ്പോൾ സഹകരണ മേഖലയ്ക്ക് എന്താകും ഈ ബജറ്റ് നീക്കിവെക്കുക? അങ്ങനെ ഓരോ മന്ത്രിമാർക്കും അവരുടേതായ നിർദ്ദേശങ്ങൾ, ആവശ്യങ്ങൾ ഈ ബജറ്റിൽ അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. വിദ്യാഭ്യാസ വകുപ്പിന് എന്താണ് കെ.എൻ. ബാലഗോപാൽ നീക്കിവച്ചിട്ടുള്ളത്? ടൂറിസവും അതുപോലെ തന്നെ പൊതുമരാമത്ത് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. അത്തരത്തിൽ ഓരോ വകുപ്പുകളുടെയും ബജറ്റ് ആവശ്യമുണ്ട്. ആരോഗ്യ വകുപ്പിന് എന്തെല്ലാം ഈ ബജറ്റിൽ ഉൾക്കൊള്ളും? ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ലോകബാങ്ക് സഹായത്തോടുള്ള പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഒരുങ്ങുന്നു. ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനും മറ്റും അത്തരത്തിൽ വലിയ പദ്ധതികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ലോകബാങ്ക് സഹായം അങ്ങനെ സർക്കാർ അത് സംസ്ഥാനത്തിന്റെ വിഹിതം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പദ്ധതികളിലേക്ക് സർക്കാർ കടക്കുന്നത്.